കായലുണ്ട്, കരിമീനുണ്ട്, കെട്ടുവള്ളമുണ്ട്, പിന്നെ മനോഹരമായ ബീച്ചുമുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ കാഴ്ചകൾ സമൃദ്ധമാണ്. പക്ഷേ പ്രധാന ആകർഷണം ഇതൊന്നുമല്ല, അത് വഞ്ചി വീടും കരിമീനുമാണ് എന്നാണ് അനഘ പറയുന്നത്. നമുക്ക് റിപ്പോർട്ട് കാണാം. കായലും ബീച്ചും കെട്ടുവള്ളങ്ങളുമൊക്കെയായി ആലപ്പുഴ കംപ്ലീറ്റ് ഒരു ടൂറിസം പാക്കേജാണ്. ഇന്ന് ടൂറിസം ഡേ ആണ്. ടൂറിസം ഭൂപടത്തിൽ ആലപ്പുഴയ്ക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട്. ആലപ്പുഴയിൽ വിദേശീയർ എത്തുന്നത് പ്രധാനമായും ഈ ഹൌസ് ബോട്ട് ടൂറിസത്തെക്കുറിച്ച് അന്വേഷിച്ചാണ്. ആലപ്പുഴയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് അറിയേണ്ടത് പുരവഞ്ചികളെക്കുറിച്ചാണ്. പുരവഞ്ചിയിലെ യാത്രയും കരിമീൻ പൊള്ളിച്ചതുമാണ് ഏറെ പ്രധാനം. പുരവഞ്ചിയിലുള്ള യാത്ര ആലപ്പുഴയുടെ കായലോര ജീവിതം അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ആലപ്പുഴയിലെ ഹൌസ് ബോട്ടുകളുടെ പ്രധാന കേന്ദ്രം നെഹ്റു ട്രോഫി നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റാണ്. കെട്ടുവള്ളങ്ങൾ ആധുനികവൽക്കരിച്ചതാണ് പുരവഞ്ചികൾ. പക്ഷേ ഇന്നത്തെ പുരവഞ്ചികൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് സമമാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. നക്ഷത്ര ഹോട്ടലുകളിലെ മുറികളെ അനുസ്മരിപ്പിക്കുന്നതാണ് മിക്ക പുരവഞ്ചികളുടെയും ഉൾവശം. ഹൌസ് ബോട്ടിലിരുന്ന് ചൂണ്ടയിടാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സംവിധാനവും പുരവഞ്ചിയിൽ ലഭ്യമാണ്. എന്നാൽ ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഹൌസ് ബോട്ട് ടൂറിസം മേഖലയെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയിലാണ് ഹൌസ് ബോട്ട് ഉടമകൾ. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് ഈ ഹൌസ് ബോട്ട് മേഖല കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊഴിലാളികൾക്ക് മിക്ക കമ്പനികളിലും ജോലി ഇല്ലാഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു പകുതി പോലും ഇല്ല. കായൽ കാഴ്ചകളും തനി നാടൻ രുചിയുമായി ആലപ്പുഴയുടെ ഹൌസ് ബോട്ട് ടൂറിസം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.